ഞാനെല്ലാം ചിന്തിച്ചിട്ട് തന്നെയാ. ആ പെണ്ണിനെ വിളിച്ചോണ്ട് വന്ന കാര്യം നീ ഇപ്പൊ ആരോടൊക്കെ പറഞ്ഞു? ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അവൾ നിന്റെ മകളാണെന്ന് അവിടുത്തെ ജോലിക്കാരോട് പറഞ്ഞില്ലേ? അത് ഞാൻ പറഞ്ഞു. ആ ആരെങ്കിലും കാണിക്കോ ഇങ്ങനത്തെ വിവരക്കേട്? ഇനി അവര് ലോകം മുഴുവൻ പറഞ്ഞു പരത്തുകയല്ലേ? ഞാനത് പറഞ്ഞില്ലെങ്കിലേ അവർ വേറെ കഥകൾ പറഞ്ഞുണ്ടാക്കും. അതിനേക്കാൾ ബെറ്റർ ഇത് തന്നെയല്ലേ? ഏതായാലും പറഞ്ഞു പോയില്ലേ, എറിഞ്ഞ കല്ല് തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ലല്ലോ. നീ ഇതിനി കൂടുതൽ പബ്ലിസിറ്റി ഒന്നും കൊടുക്കല്ലേ ലാലിച്ച. ഇതിപ്പോ ഇതുവരെ നിന്റെ വീട്ടിലെ പണിക്കാർ മാത്രമല്ലേ അറിഞ്ഞിട്ടുള്ളൂ. ഞാൻ അങ്ങോട്ട് വരാം. നമുക്കിത് ഇരി ചെവി അറിയാതെ ഒതുക്കി തീർക്കാം. എന്ന് വെച്ചാ അപ്പച്ചൻ എന്താ ഉദ്ദേശിക്കുന്നേ? അതെല്ലാം ഞാൻ അങ്ങ് വന്നിട്ട് പറയാവുന്ന. അലീനെ ഇവിടുത്തെ പറഞ്ഞു വിടാനാണോ അപ്പച്ചൻ തിരക്ക് പിടിച്ചങ്ങോട്ട് വരുന്നത്? അവളോട് പോകാൻ പറഞ്ഞാ പോകത്തില്ലേ? പോകും. നീ പോയിക്കോ എന്നൊരൊറ്റ വാക്ക് പറഞ്ഞാ മതി, അവൾ പോകാൻ റെഡിയാണ്. ഒന്നാമത് അവൾക്ക് ഇവിടുത്തെ അന്തരീക്ഷവും ഇവിടുത്തെ ആളുകളെയും തീരെ പിടിച്ചിട്ടില്ലെന്നേ. ഞാനും അത്ര പോരാ എന്ന മട്ടിലാണ് അവളുടെ പെരുമാറ്റം. പിന്നെ എന്തോന്ന് തടസ്സം ലാലിച്ച? പോകാൻ പറ. അങ്ങനെ പറഞ്ഞേക്കാനാണെങ്കിൽ ഞാൻ അലീനയെ ഈ വീട്ടിലേക്ക് സ്വീകരിക്കണ്ടായിരുന്നല്ലോ. വേണ്ടായിരുന്നു, അത് ഞാൻ അന്നേ പറഞ്ഞതാ, നീ കേട്ടില്ല. അപ്പച്ചാ, അവൾ 23 വർഷം ഒരു അനാഥാലയത്തിലായിരുന്നു. അത് സത്യമാണോ കള്ളമാണോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടല്ലോ ലാലിച്ച. ഞാൻ നിന്റെ ഒരു കാര്യത്തിന് മാത്രമേ ഇന്നേ വരെ എതിരായിട്ട് നിന്നിട്ടുള്ളൂ. 10-24 കൊല്ലം മുമ്പ് നീ ആ പാലാക്കാരത്തി പെണ്ണിനെ കല്യാണം കഴിക്കണോന്ന് പറഞ്ഞപ്പോ മാത്രം. ഇപ്പോ അവളുടെ മകളാന്നും പറഞ്ഞ് വന്നിരിക്കുന്ന പെണ്ണിന്റെ കാര്യത്തിൽ ഞാൻ എതിരി നിൽക്കാൻ പോവുക. ഒന്നുകിൽ നീ എന്നെ ചവിട്ടി പുറത്താക്കണം, അല്ലെങ്കിൽ അവളെ. അപ്പച്ചൻ വിചാരിക്കുന്ന പോലെ ഒരു പെൺകുട്ടിയല്ല അലീന. ലാലിച്ച, കിട്ടേണ്ടത് പോലെ കിട്ടിയാ പോകാത്ത ആരെങ്കിലും ഉണ്ടോ ഈ ലോകത്ത്? നീ ഫോൺ വെച്ചോ, ഞാൻ അങ്ങോട്ട് വരിക. ചേച്ചി, അമ്മ എന്തോ തീരുമാനിച്ചോണ്ടാണല്ലോ. ഞാനും കണ്ടായിരുന്നു. അച്ഛനെ വെയിറ്റ് ചെയ്തിരിക്കാൻ തോന്നുന്നു. എന്തിന്? അച്ഛനമ്മ ടൂറിന് കൊണ്ടുപോന്ന് പറഞ്ഞു. വഴക്കുണ്ടാക്കാൻ വേണ്ടിയുള്ള പ്ലാനിങ്ങാ തലയില്. ചോദിക്കാം. എനിക്കൊന്നും വയ്യ, നീ പോയി ചോദിക്ക്. എന്നാടി നോക്കുന്നേ? എന്നെയല്ലേ നോക്കിയത്? നിങ്ങൾ രണ്ടും കൂടെ പിറുപിറുക്കുന്ന കേട്ടല്ലോ. അമ്മയുടെ കാല് രണ്ടും പൊള്ളിയൊന്ന് സംശയം. കാല് പൊള്ളിയോ? എന്റെയോ? കൊറേ നേരം ഇരിക്കപ്പുറത്തില്ലാതെ അമ്മ നടക്കുന്നു. ആരെങ്കിലും വെയിറ്റ് ചെയ്യാണോ? എന്റെ അച്ഛനെ ഇങ്ങോട്ട് വരാൻ വേണ്ടി നിൽക്കുക. അച്ഛനമ്മയും കൊണ്ട് സിനിമയ്ക്ക് പോവാന്ന് പറഞ്ഞോ? വിളച്ചിലെടുക്കല്ലേ എന്റെ അടുത്ത്. ചെറുതാണോ വലുതാണോ ഞാൻ നോക്കത്തില്ല. അച്ഛനോട് അടി കൂടാൻ വേണ്ടിയാണോ ഈ വെപ്രാളം? ഇങ്ങോട്ട് ഇറങ്ങി വരട്ടെ, ചോദിക്കുന്നുണ്ട് ഞാൻ. എന്നാ ചോദിക്കാനാ? നിങ്ങളോട് ചോദിക്കുകയോ പറയോ ചെയ്തിട്ടാണോ അങ്ങേരും മറ്റവക്ക് സ്വർണം പൂശിക്കൊടുത്തത്? പൂശിക്കൊടുത്തെന്നോ? ആർക്ക്? അലീനയുടെ കാര്യമാ പറഞ്ഞത്. അവക്ക് സ്വർണവും 10,000 രൂപയുടെ ഡ്രസ്സും 50,000 രൂപയുടെ ബാങ്ക് ട്രാൻസ്ഫറും കൊടുക്കട്ടെ എന്ന് നിങ്ങളോട് ചോദിച്ചിരുന്നോ ബാലേന്ദ്രൻ? ഇല്ല. എന്തിനാ ചോദിക്കുന്നേ? സ്വന്തം മോൾ കൊടുക്കുന്ന പോലെയല്ലേ. നിങ്ങളോടും കൂടി അഭിപ്രായം ചോദിക്കണ്ടേ? പ്രായപൂർത്തി വന്നവരല്ലേ ബബിതയും രോഹിയും? അവരോടെങ്കിലും ഒന്ന് ചോദിക്കണ്ടേ? കണ്ട അലവലാതെ പെണ്ണുങ്ങൾക്ക് വാരിക്കോരി കൊടുക്കാനുള്ളതാണോ കുടുംബസ്വത്ത്? ചോദിക്കാൻ നിന്റെ ഒന്നും വായിൽ നാക്കില്ലായിരുന്നു? എന്റെ അമ്മേ അലീനച്ചിക്ക് കൊടുക്കാൻ കടപ്പെട്ടതിന്റെ 100-1 പോലും കൊടുത്തിട്ടില്ലെന്നാ എന്റെ അഭിപ്രായം. അച്ഛൻ അത്രയെങ്കിലും കൊടുക്കാനുള്ള സന്മനസ് കാണിച്ചല്ലോ എന്നോർത്ത് അമ്മ സന്തോഷിക്കല്ലേ വേണ്ടത്.
പെണ്ണെ, എന്റെ വായിന്നൊന്നും കേക്കല്ലേ. 10-16 ലക്ഷം രൂപയുടെ മുതലെടുത്ത് കൊടുക്കാൻ അവൾ ആരാടി കുടുംബത്തിലെ? എങ്ങാണ്ട് നെഴഞ്ഞു കയറി വന്ന അട്ട. ആ അട്ട ഇറങ്ങിപ്പോയല്ലോ, ഇനിയെങ്കിലും ഒന്ന് നിർത്ത്. എന്റെ മക്കൾ അനുഭവിക്കേണ്ട സ്വത്ത് വല്ലവളുമാർക്കും ഇഷ്ടദാനം കൊടുത്തിരിക്കുന്നു. അവൾ എന്നെ ചെയ്തിട്ടാ ഇവിടെ എല്ലാവർക്കും രാവിലെ തോറും സ്വർണ്ണമുട്ടയാണ് പുഴുങ്ങി തന്നോണ്ടിരുന്നത്. ഇങ്ങോട്ട് ഇറങ്ങി വരട്ടെ, ഞാൻ ചോദിച്ചിട്ടേ ഉള്ളൂ. വരുന്നുണ്ട്. അച്ഛന്റെ കൈ എത്താത്ത അകലത്തിരുന്ന് ചോദിക്കണേ അമ്മേ. നമ്മള് സ്വന്തം തടികേടാക്കാതെ നോക്കണ്ടേ, അതുകൊണ്ട് പറഞ്ഞതാ. ഒന്നേ, നിങ്ങൾ ജ്വല്ലറിയിൽ നിന്ന് 12.5 പവന്റെ സ്വർണ്ണം എടുത്ത് അലീനയ്ക്ക് കൊടുത്തോ? ആ കൊടുത്തു. ടെക്സ്റ്റൈൽസിൽ നിന്ന് 17,000 രൂപയുടെ ഡ്രസ് എടുത്ത് കൊടുത്തു അവക്ക്? അതും കൊടുത്തു. 50,000 രൂപ അവക്ക് ബാങ്ക് അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തു? എപ്പോഴേ കൊടുത്തു. ഇതൊന്നും ഞാൻ ഒരിക്കലും അറിയത്തില്ലെന്നാണോ നിങ്ങൾ വിചാരിച്ചേ? ആണോ? നീ അറിഞ്ഞാൽ എന്നെ, അറിഞ്ഞില്ലെങ്കിൽ എന്നെ. എനിക്ക് വെറും പുല്ല്. നീ ഒന്നുകൂടെ വേണമെങ്കിൽ അറിഞ്ഞോ. എന്നിട്ട് അതെല്ലാം കൂടെ വാരി കുഴച്ച് ഉണ്ടയാക്കിട്ട് വായിലിട്ട് ചവച്ചോണ്ട് നടന്നോ. അങ്ങനെ തർക്കുത്തരം പറഞ്ഞ് രക്ഷപ്പെടാന്നൊന്നും വിചാരിക്കണ്ട ബാലേന്ദ്ര. അലീന ഇവിടെ വീട്ടുജോലിക്ക് വന്നവളാ. അങ്ങനെ തർക്കുത്തരം പറഞ്ഞ് രക്ഷപ്പെടാന്നൊന്നും വിചാരിക്കണ്ട ബാലേന്ദ്ര. അലീന ഇവിടെ വീട്ടുജോലിക്ക് വന്നവളാ. മുത്തശ്ശിയെ നോക്കാൻ ഹോം നേഴ്സായിട്ട് വന്നതാ. എന്ത് കുന്തെങ്കിലും ആവട്ടെ, മാസാമാസം അവളുടെ ശമ്പളം അക്കൗണ്ടിലിട്ട് കൊടുക്കുന്നില്ലായിരുന്നോ? കൊടുത്തായിരുന്നല്ലോ. അതിനിടയ്ക്ക് 2 ലക്ഷത്തിനടുത്ത് രൂപ ഓവർ ടൈം വകവെച്ചു കൊടുത്തു. ഓവർ ടൈം അല്ല, ബോണസ്. എന്നാത്തിന്റെ ബോണസ്? 10,000 രൂപ മാസ ശമ്പളത്തിന് വന്നവള് 3 മാസം ജോലി ചെയ്ത് കഴിഞ്ഞപ്പോ 1.25 ലക്ഷം രൂപയുടെ ബോണസോ? അതെവിടുത്തെ കണക്കാ? 3 മാസം അവള് നിന്നെ സഹിച്ചില്ലായിരുന്നു. അതിന് 30 ലക്ഷം രൂപയാ ഞാൻ വിലയിട്ടത്. 1.25 ലക്ഷം രൂപയെ കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ. ബാക്കി നീ കൊടുത്തേക്കണം. എന്തെങ്കിലും നിനക്ക് വെളിവ് കിട്ടുമ്പോൾ കൊടുത്താ മതി. എന്റെ പട്ടി കൊടുക്കും. അയ്യോ, നിന്റെ പട്ടി വെറും ചാവാലി പട്ടിയല്ലേ. നിന്റെ ഈ ഒടുക്കത്തെ ബാധ മുഴുവൻ അതിന്റെ പുറത്തോട്ട് കെട്ടിവെക്കല്ലേ. ഇപ്പൊ തന്നെ ആ പട്ടിക്ക് താങ്ങാൻ വയ്യാതിരിക്കുക. എല്ലാം പോട്ടെ, പോകാൻ നേരത്ത് അവക്ക് വേണ്ടി ആ 16 ലക്ഷം രൂപ ചെലവാക്കിയത് എന്നാത്തിനാ? അവള് വേലക്കാരിയല്ല, ഹോം നേഴ്സ് അല്ല, ഹോം സൂപ്രണ്ട് ആയിക്കോട്ടെ. 6 മാസം കൊണ്ട് എല്ലാം കൂടെ 20 ലക്ഷത്തോളം രൂപ അവക്ക് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്. അതിന് തക്ക ബന്ധം എന്നതാ? ഇവിടെ പല വേലക്കാരികളും നിന്നിട്ടുണ്ട്. കുഞ്ഞുമോള്, ലീല, ജാനമ്മ, ശിവാനി, സരോജിനി. അവർക്കാർക്കും 100 രൂപ അധികം കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെ വന്നു ഇത്രയും വ്യത്യാസം? അവർക്ക് നീയല്ലേ കൊടുത്തത്? അലീനയ്ക്ക് കൊടുത്തതേ ഞാനാ. അതാണ് എന്റെ വ്യത്യാസം. അങ്ങനെ ഒരു വ്യത്യാസം വരാനുള്ള കാരണം ഒന്ന് അറിയണമല്ലോ. മര്യാദയുടെ ഭാഷയിൽ, മനസ്സിലാകുന്ന ഭാഷയിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം. അലീന ഈ കുടുംബത്തിന് വേണ്ടി ചെയ്ത സേവനം അത്ര വലുതാ. അതുകൊണ്ട് കൊടുത്തു. കൊടുത്തത് പോരാന്ന് എനിക്കറിയാം. ഞാൻ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണല്ലോ. എപ്പോഴെങ്കിലും തട്ടിപ്പോയാ പോരാത്തത് കൂടി നീ അവക്ക് കൊടുത്തേക്കണം. ഇത്രേ പറയാനുള്ളൂ. പോട്ടെ. കിട്ടിയല്ലോ വയറ് നിറച്ച്. വല്ല കാര്യം ഉണ്ടായിരുന്നോ? മറ്റു വീക്ക് വെച്ച് എന്നോണ്ടല്ലോ. നാണം കെട്ട കുറെ മക്കള്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നീ ഇവിടെ ബോറടിച്ചിരിക്കുവാണല്ലേ? പാട്ട് കേൾക്കുവാ. ന്യൂസ് പേപ്പർ വായിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ ഇതാ വായിച്ചോ.
ഇവിടെ ഇതാണോ വരുത്തുന്നത്? എന്താ ഇംഗ്ലീഷ് വായിക്കാൻ അറിഞ്ഞൂടെ? വായിക്കാൻ അറിയാം, പക്ഷേ വായിച്ചാ മനസ്സിലാവത്തില്ലേ? +2 വരെ പഠിച്ചതല്ലേ? മലയാളം മീഡിയത്തിലാ പഠിച്ചത്. ഞാനൊരു ഓഫനേജിലായിരുന്നല്ലോ വളർന്നതും. മതി, പറയണ്ട. വായിക്കാൻ അറിയല്ലോ, വായിച്ചോ. കുറെ ദിവസം വായിച്ചു കഴിയുമ്പോ മനസ്സിലായി തുടങ്ങും. ശരി. ആ മേനോൻ ഇവിടെ വന്നപ്പോ അയാളെ അച്ഛാ അച്ഛാ എന്ന് മെനി ടൈംസ് നീ വിളിക്കുന്നത് ഞാൻ കേട്ടു. നീ എന്നെ പപ്പ എന്ന് വിളിക്കാറില്ലല്ലോ. എന്നെ മോളേന്നും വിളിക്കാറില്ലല്ലോ. അച്ഛൻ എന്നെ മോളേന്ന് വിളിക്കുന്നത് കേട്ട് കാണുമല്ലോ. വാത്സല്യത്തിന്റെ തേനിൽ മുക്കിയാ വിളിക്കുന്നത്. ഓ, ഐ സി. നമ്മൾ കുറച്ചുകൂടി അടുക്കാനുണ്ടല്ലേ? We need more intimacy between us. നമ്മള് വിചാരിച്ചാ വരത്തില്ല. അത് ഒരു ഉറവ പോലെ പൊട്ടി ഒഴുകി വരണം. എനിക്കും അല്ലേ? എനിക്കും. ഓക്കെ. അലീനയ്ക്ക് ഈ വീടൊക്കെ പരിചയമായില്ലേ? ആ, എല്ലായിടവും ഒന്ന് കണ്ടു. എന്റെ എസ്റ്റേറ്റ് കാണണ്ടേ? നമുക്ക് നാളെ പോകാം. ഞാൻ കൊണ്ടുപോയി കാണിച്ചു തരാം. പോകാം. ആ അലീന, നിനക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് വേണമെങ്കിൽ പൗലോസോട് പറഞ്ഞാൽ മതി. അയാൾ നല്ലൊരു കുക്കാ. നിനക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണം ഇഷ്ടപ്പെടുന്ന സ്റ്റൈലിൽ അയാൾ കുക്ക് ചെയ്തു തരും. എനിക്ക് രാവിലെ 2 ദോശയോ ഇഡ്ഡലിയോ മതി. ഉച്ചയ്ക്ക് ഒരു പിടി ചോറ്, രാത്രിയിൽ കഞ്ഞിയും ചമ്മന്തി. അലീന എല്ലാ നോൺ വെജും കഴിക്കല്ലോ അല്ലേ? കഴിക്കും, നിർബന്ധമില്ല. നീ ഇവിടുത്തെ സർവൻസിനോട് പറഞ്ഞു ഓർഫനേജിലാണ് വളർന്നതെന്ന്? ആ, ഒരാൾ എന്നോട് ചോദിച്ചു മുൻപ് എവിടെയാണെന്ന്. ഞാൻ കള്ളം പറയാൻ പോയില്ല. പാലായിലെ മേനോന്റെ വീട്ടിൽ വേലക്കാരി ആയിരുന്നു പറഞ്ഞു. കുറച്ചുനാള് ഞാൻ അവിടെ വേലക്കാരിയായിരുന്നു. ഹോം നഴ്സായിട്ട് അവിടെ ചെന്നെന്നും പറഞ്ഞു. പിന്നീട് എനിക്ക് അവിടെ കൂടപ്പിറപ്പുകൾ ഉണ്ടായിന്നും അച്ഛനുണ്ടായിന്നും പറഞ്ഞു. ഇവരൊക്കെ എന്തുകൊണ്ടാ ഞാൻ പറയുന്ന നല്ല കാര്യങ്ങളും വേണ്ടാതെ മോശം കാര്യങ്ങളെ പറ്റി പെരുപ്പിച്ചു പറയുന്നത്? എന്തിനാണ് അലീന അവരോടൊക്കെ നമ്മുടെ പേഴ്സണൽ മാറ്റേഴ്സ് ഷെയർ ചെയ്യുന്നത്? നമുക്കൊരു സ്റ്റാറ്റസ് ഇല്ലേ? ഈ വീട്ടിൽ എന്റെ മകളായിട്ട് നീ താമസിക്കുമ്പോൾ എന്റെ ഒപ്പം നീ ഉയർന്നു നിൽക്കണം, താഴോട്ട് പോകരുത്. താഴെ നിന്ന് വന്നവളായതുകൊണ്ട് എനിക്കതൊന്നും പെട്ടെന്ന് വിട്ടുകളയാൻ പറ്റുന്നില്ല. എന്നാലും ഞാൻ ഇനി ശ്രമിക്കാം. അവരിനി അതെല്ലാം പറഞ്ഞു നടക്കും. സ്റ്റാൻലി ഓർഫനേജ് എന്നൊരു അനാഥ പെണ്ണിനെ എടുത്തിട്ട് മകളാണെന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്തു. അവൾ പാലായിലെ ഒരു മുതലാളി വീട്ടിൽ ഹൗസ് മെയ്ഡായി ജോലി ചെയ്തിരുന്നവളാണ്. അതാണല്ലോ ശരിക്കും പരമാർത്ഥം. ഇതൊക്കെ എപ്പോഴെങ്കിലും തുറന്നു പറയേണ്ട സാഹചര്യം വരും. കാരണം അന്വേഷണങ്ങളും കൂടിക്കാഴ്ചകളും കൂട്ടിച്ചോദ്യങ്ങളും ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ ഞാൻ രാജകുമാരിയാണെന്ന് ഞെളിഞ്ഞു നിന്ന് പറഞ്ഞിട്ട് വെറും അനാഥയും വേലക്കാരിയായിരുന്നു എന്ന് തെളിയുമ്പോ തല കുനിക്കുന്നതിനേക്കാളും എന്തുകൊണ്ട് നല്ലത് ഇപ്പൊ ഞാൻ വേലക്കാരി അനാഥയായിരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഞാൻ രാജാവിന്റെ മകളാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്നതല്ലേ? Yes, you are correct. Exactly. That's right. Thank you.
കുട്ടിച്ചായോ വണ്ടി എങ്ങനുണ്ട്? കംപ്ലൈന്റ് വല്ലതും ഉണ്ടോ? പ്ലാറ്റ്ഫോമിന്റെ അടിയിൽ നിന്ന് ഏതാണ്ടൊക്കെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. എന്താണെന്നൊരു പിടിയില്ല. എടാ, നീ വേണമെങ്കിൽ ഇതൊന്ന് ഓടിച്ചു നോക്ക്. എന്തേലും കുഴപ്പമുണ്ടോന്ന് അറിയാമല്ലോ. ആൻ്റപ്പാ, എനിക്ക് ധൈര്യമായിട്ട് കയറി വരാമല്ലോ അല്ലേ? കുട്ടിച്ചാനെ പരിചയമുള്ളവരല്ലേ ഇവിടെ ഉള്ള എല്ലാം? ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ പട്ടികളുമായിട്ടും ഞാൻ നല്ല ബന്ധത്തിലാണ്. പുതിയ വല്ല ഇനങ്ങളെ ലാലിച്ചം കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് സംശയിച്ച് ചോദിച്ചതാ. പുതിയതൊന്നേ ഉള്ളൂ കുട്ടിച്ചായ, അതൊരു പെണ്ണാ. അത് കടിക്കുന്ന നനവാണെന്നാ തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പല്ല് പിഴുതെടുത്ത് പറഞ്ഞയച്ചേക്കാം. പറഞ്ഞയക്കാൻ പറ്റത്തില്ലല്ലോ കുട്ടിച്ചായ, കേണൽ സാറിന്റെ സ്വന്തം മകളാണെന്നല്ലേ പറയുന്നേ. മകളൊക്കെ അങ്ങ് തൃശ്ശിനാപ്പള്ളി. ഇവിടെയാവുന്നും നടക്കത്തില്ല. കേണൽ സാഹിബിന് വലിയ താല്പര്യം അതിനോട്. താല്പര്യമൊക്കെ ഞാൻ മാറ്റിക്കോളാം. സ്വന്തം ഭാര്യയ്ക്കുണ്ടായ മക്കളോടില്ലാത്ത താല്പര്യം വല്ലവളും പ്രസവിച്ചുണ്ടായതാണെന്നും പറഞ്ഞ വരുന്നവളോട് ഉണ്ടാവുമോ? ചുമ്മാ. ആ, ഏതായാലും ഞാൻ ലാലിച്ചനെ ഒന്ന് കാണട്ടെ. ആ ചെല്ല്. ആ, അവളിവിടെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. ആ, അവളെ ഇന്ന് തന്നെ പറപ്പിച്ചേക്കാം. വല്ലതും നടക്കോ? അതോ കുട്ടിച്ചാനെ അവള് മയക്കോ? നോക്കാം. ആ വരണം വരണം. നീ കാലത്തെ തുടങ്ങിയോ ലാലിച്ച? സ്റ്റാർട്ട് ചെയ്തില്ല. അപ്പച്ചന്റെ വരവ് പ്രമാണിച്ച് എല്ലാം ഒരുക്കി വെച്ചെന്നേ ഉള്ളൂ. എനിക്ക് നിന്റെ സൽക്കാരം ഒന്നും വേണ്ട ലാലിച്ച. ഞാനേ ഉടനെ തിരിച്ചു പോകും. ഉച്ച കഴിഞ്ഞ് പുനലൂർ ചെന്നിട്ടേ എനിക്ക് വേറെ പരിപാടിയുണ്ട്. അപ്പച്ച ഒരെണ്ണ അടിച്ചോ? ഇതിവിടെ കിട്ടുന്ന സാധനമല്ല. എന്റെ ഒരു ഫ്രണ്ട് ഫിലിപ്പീൻസ് കൊണ്ടു തന്ന ഗിഫ്റ്റാ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പച്ച ഞാനിത് ഒറ്റ ദിവസം കൊണ്ട് തീർക്കും. വേണമെങ്കിൽ പിടിച്ചോ. എന്നാ പിന്നെ ഒരു സോഡ ഒഴി. ഒരു ഗുമ്മില്ലല്ലോടാവേ. സിപ്പ് ചെയ്ത് രുചിച്ച് കഴിക്കേണ്ട സാധനമാ. തെങ്ങുകൾ കുടിക്കുന്ന മാതിരിയാ കഴിക്കുന്നേ. രുചിച്ച് കഴിക്കാനാണെ തേൻ മേടിച്ചു കുടിച്ചാ പോരെ. ആൽബിയും റോബിച്ചനും അപ്പച്ചനെ സൽക്കരിക്കാറുണ്ടോ? ആ, വല്ലപ്പോഴും ഒരു തൊള്ളി തന്നെങ്കിലായി. നിന്റെ അടുക്ക വരുമ്പോഴാ മനസ്സറിഞ്ഞ് 4 എണ്ണം വീശാൻ പറ്റുന്നത്. ആ, നീ ആ പെങ്കൊച്ചിനെ ഇങ്ങോട്ടൊന്ന് വിളിച്ചേ, ഞാനൊന്ന് കാണട്ടെ. അങ്ങനെ വിളിച്ചാ വരില്ല അവൾ. മദ്യപാനും പുകവലിയും നടക്കുന്ന മുറിയിലോട്ട് കാലെടുത്ത് വെക്കില്ല അവൾ. അത്രയ്ക്ക് അഹങ്കാരിയാണോ അവള്? നമ്മളാരും വിചാരിക്കുന്ന പോലെയല്ല. അവളൊരു പ്രത്യേക സ്വഭാവക്കാരിയാ. നീ അത് അനുവദിച്ചു കൊടുത്തിട്ടല്ലേ? ഡാ, അതൊക്കെ അവളുടെ കൈ വെച്ചാ മതിയെന്ന് ആദ്യമേ പറയണമായിരുന്നു. ആ, അത് പോട്ടെ. നീ ഒരു കാര്യം ചെയ്. ആ, അവളെ എൻ്റെ കൂടെ പുനലൂർക്ക് വിട്ടേരും. അവിടെ ആവുമ്പം ആര് ചോദിച്ചാലും നമുക്ക് ഓരോ കാരണങ്ങൾ പറഞ്ഞു നിൽക്കാം. ചിന്നമ്മയുടെ അനിയത്തിയുടെ മോളുടെ മോളാണെന്നോ എൻ്റെ പെങ്ങളുടെ പേരക്കുട്ടിയാണെന്നോ ആരും സംശയിക്കത്തൂല്ല. പിന്നെ ഇവിടെ നിർത്തിയ 100 പേരോട് സമാധാനം പറയണ്ടേ? അതൊന്നും സാരമില്ല. നിനക്ക് സാരയില്ലായിരിക്കും, പക്ഷേ എനിക്കും നമ്മളെ അറിയാവുന്നവർക്കും സാരമുണ്ട്. എന്റെ കൂടെ വിട്ട കുറച്ച് ദിവസം പുനലൂര് നിർത്തിയിട്ട് പതുക്കെ ഞാൻ അവളെ നാട് കടത്തിയേക്കാം. അങ്ങനെ നാട് കടത്താനായിരുന്നെങ്കിൽ എനിക്കവളെ വിളിച്ചുകൊണ്ട് വരേണ്ട വല്ല കാര്യമുണ്ടോ? അവൾ എവിടെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചാൽ മതിയായിരുന്നല്ലോ. അങ്ങനെയൊന്നും നാട് കടത്തുന്ന കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിന്റെ മോളാണെന്ന്
നീ തന്നെ പോയി കണ്ട് ഉറപ്പിച്ചതല്ലേ, ഉപേക്ഷിക്കണ്ട. ഉടനെ തന്നെ എവിടെയെങ്കിലും ഒരു കല്യാണം ആലോചിച്ച് അവളെ അങ്ങ് കെട്ടിച്ച് വിടാമെന്നാ ഞാൻ മനസ്സിൽ കണ്ടത്. വയസ്സ് 10-23 ആയില്ലേ, എന്നായാലും കെട്ടിച്ചു വിടണ്ടേ? അവൾക്കൊരു നീതി കിട്ടണ്ടേ അപ്പച്ച? 23 വർഷം അനാഥ കുഞ്ഞായിട്ട് ജീവിച്ചവളാ. അവൾക്കൊരു അംഗീകാരം, അന്തസ്സും സ്നേഹവും എല്ലാം കിട്ടണ്ടേ? ഹ, ഇവിടെ നിന്റെ കൂടെ ജീവിച്ച അത് കിട്ടുവോ? അപമാനവും പരിഹാസവും കുത്തുവാക്കും വഴക്കും വയ്യാവേലിയും ഒക്കെ സഹിക്കേണ്ടി വരില്ലേ? അട്ടേ പിടിച്ച് മെത്തേ കിടത്തിയാ കിടക്കില്ല, അത് നീ ഓർത്തോണം. ഇതാണ് അപ്പച്ചന് സമാധാനക്കേടുണ്ടാക്കിയ കക്ഷി അലീന. എന്നെ എവിടുന്ന് ഓടിക്കാൻ വേണ്ടിയല്ലേ വലിയപ്പച്ചൻ വന്നേക്കുന്നെ? ഹ, അല്ല, ഇതാര് പറഞ്ഞു? അത് കൊള്ളാം. നീ ചിന്നമ്മയുടെ തനി പകർപ്പ. ചിന്നമ്മ എവിടെ പോയെന്ന് നോക്കണ്ട.